വയനാട്ടിലെ ദുരന്തബാധിത മേഖലയിൽ ആ പ്രശ്നത്തിൽ ഉൾപ്പെട്ട് പല സ്ഥലങ്ങളിലും ക്യാമ്പുകളിലും പല ബന്ധുവീടുകളിലൊക്കെ ആയിട്ട് താമസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ആ ആളുകളുടെ അവരുടെ ദുരിതത്തിന് അല്പമെങ്കിലും ഒരു ആശ്വാസം അല്ലെങ്കിൽ ഒരു കൈത്താങ്ങാകും എന്ന് കരുതിയിട്ടാണ് ദുരന്തം ആഘാതം വരുത്തിയിട്ടുള്ള അംഗങ്ങളുടെ എണ്ണം എടുത്തിട്ട് ഓരോരുത്തർക്കും 10,000 രൂപ വീതം സർക്കാർ കഴിഞ്ഞ ദിവസം അനുവദിച്ച് അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചത്. എന്നാൽ കൽപ്പറ്റ ബ്രാഞ്ചില്, ഗ്രാമീൺ ബാങ്കിന്റെ കൽപ്പറ്റ ബ്രാഞ്ചില് അവിടെ എത്തിയ തുക വയനാട് ചൂരൽമലയിലെയും മേപ്പാടിയിലെയും ഒക്കെ ദുരിതം അനുഭവിക്കുന്ന, അല്ലെങ്കിൽ അവിടെ എല്ലാം നഷ്ടപ്പെട്ട് അവർക്കൊരു കൈത്താങ്ങാവാൻ അല്ലെങ്കിൽ ഒരു കച്ചിത്തുരുമ്പാവാൻ വേണ്ടി സർക്കാർ അനുവദിച്ചു നൽകിയ 10,000 രൂപ ഈ കൽപ്പറ്റ ഗ്രാമീൺ ബാങ്കിലെ അക്കൗണ്ടിൽ എത്തുകയും ആ ബാങ്കിൽ ലോൺ എടുത്ത വകയിൽ തിരിച്ചടക്കാൻ ബാക്കിയുള്ള തുക ഈ 10,000 രൂപയിൽ നിന്ന് പിടിച്ചിട്ട് ആണ് ഈ ചൂരൽമലയിലെ ബാങ്ക് അക്കൗണ്ട് ഉള്ള ആളുകൾക്ക് ഈ ബാങ്ക് കൊടുത്ത തുക എന്ന് പറയുന്നത് വളരെ തുച്ഛമായ തുക. അത് 10,000 രൂപ സർക്കാർ കൊടുത്തിട്ട് അതിന് ബാങ്കിലേക്ക് അടക്കാനുള്ള പൈസ പിടിച്ചിട്ട് ബാക്കി തുക, അങ്ങനെ വളരെ തുച്ഛമായ തുക ബാങ്ക് അക്കൗണ്ടിലേക്ക് വന്ന ആളുകള് വളരെ സങ്കടത്തോടുകൂടി അവര് പറഞ്ഞു, ഞങ്ങൾ ഈ ലോൺ തിരിച്ചടക്കില്ല എന്ന് പറയുന്നില്ല, പക്ഷെ ഞങ്ങൾക്കൊരു സാവകാശം തരണം. ഞങ്ങളെ ലോകം മുഴുവൻ സഹായിക്കാൻ സന്നദ്ധമായി നിൽക്കുന്ന സമയത്ത് നമ്മുടെ തന്നെ ബാങ്ക്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അക്കൗണ്ടുള്ള ബാങ്ക് ഞങ്ങൾക്ക് വന്ന സർക്കാർ നൽകിയ ഒരു കച്ചിത്തുരുമ്പ് അതില്ലാണ്ടാക്കുന്ന ഒരു സമീപനം സ്വീകരിച്ചു എന്ന് വളരെ സങ്കടത്തോടുകൂടി വളരെ കരഞ്ഞ് ഈ സമൂഹത്തോട് പറഞ്ഞതിന്റെ തൊട്ടു പിന്നാലെ ആ ബാങ്കിന് മുന്നിൽ, കൽപ്പറ്റ ബ്രാഞ്ച് ഗ്രാമീൺ ബാങ്കിന്റെ കൽപ്പറ്റ ബാങ്കിന് മുന്നിൽ യുവജന സംഘടനകൾ പ്രതിഷേധവുമായെത്തി. ഡിവൈഎഫ്ഐ, യൂത്ത് ലീഗ്, അതുപോലുള്ള മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ യുവജന സംഘടനകൾ അവിടെ പ്രതിഷേധവുമായെത്തി. ആ പ്രതിഷേധം ഫലം കണ്ടു എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത. നമുക്ക് ആ പ്രതിഷേധത്തിന് ശേഷം എന്താണ് അവിടെ ഉണ്ടായത് എന്ന ഒരു ഓഡിയോ ഞാൻ കേൾപ്പിച്ചു തരാം. പ്രകൃതിക്ഷോഭം മൂലം സംഭവിച്ച നാശനഷ്ടങ്ങൾ സംബന്ധിച്ച് ദുരന്തബാധിത പ്രദേശങ്ങളിലുള്ളവരുടെ 7 തരത്തിലുള്ള ലോണുകളിലേക്ക് പിടിച്ച സംഖ്യയും ബുധനാഴ്ച 21/8/24 ബാങ്ക് തിരിച്ചു കൊടുക്കുന്നതാണ്. കൂടാതെ ഇടപാടുകൾക്ക് ഇതുമൂലം വന്ന ബുദ്ധിമുട്ടുകളിൽ ബാങ്ക് ഖേദം പ്രകടിപ്പിക്കുന്നു. ബാങ്കിന്റെ ഭാഗത്തും തുടർ മാസങ്ങളിൽ ലോണിലേക്ക് തുക ഒന്നും ഈടാക്കുന്നില്ല. അതായത് സമരം ശക്തമായതിനെ തുടർന്ന് ബാങ്ക് അവരുടെ യോഗം ചേർന്ന് പെട്ടെന്ന് തന്നെ ഹെഡ് ഓഫീസുമായിട്ട് സംസാരിച്ച ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു. ആ തീരുമാനം എങ്ങനെയാണ്? നാളെ പൊതു അവധിയാണ്. നാളെ പൊതു അവധി ആയതുകൊണ്ട് തന്നെ മറ്റന്നാൾ ബുധനാഴ്ച വൈകിട്ട് 5 മണിക്ക് മുമ്പായിട്ട് ബാങ്ക് പിടിച്ച തുക, ലോൺ അടവിലേക്ക് എന്ന് പറഞ്ഞിട്ട് സർക്കാർ നൽകിയ തുകയിൽ നിന്ന് ബാങ്ക് ഈടാക്കിയിട്ടുള്ള തുക തിരിച്ച് അതാത് അക്കൗണ്ടുകളിലേക്ക് നൽകുന്നതായിരിക്കും എന്നാണ് അവിടുത്തെ മാനേജർ ഈ സമരത്തിന് ശേഷം, സമരം ശക്തമായ സമയത്ത് പുറത്ത് വന്ന് മാധ്യമപ്രവർത്തകരോടും അവിടെ സമരത്തിലുള്ള ആളുകളോടും ഒക്കെ പറഞ്ഞത്, ഞങ്ങൾക്കൊരു തെറ്റ് പറ്റിയിട്ടുണ്ട്, പിടിച്ച തുക ഞങ്ങൾ തിരിച്ചു കൊടുക്കാം, അതോടൊപ്പം തന്നെ വരും മാസങ്ങളിൽ ഇവരുടെ ലോൺ അടവിലേക്ക് എന്ന് പറഞ്ഞ് യാതൊരു തുകയും ഈടാക്കുന്നതല്ല എന്ന് പറഞ്ഞു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അവിടെ നമ്മൾ മനസ്സിലാക്കണം. കേരള ബാങ്ക് എന്ന് പറഞ്ഞ ഒരു ബാങ്ക്, അതായത് ജില്ലാ സഹകരണ ബാങ്കുകളെല്ലാം കൂടെ ലയിപ്പിച്ചിട്ട് കേരള ബാങ്ക് രൂപീകരിക്കുകയും ആ കേരള ബാങ്ക് ഏകദേശം 6 കോടിയോളം രൂപ വരുന്ന വായ്പ, ചുരൽമല ബ്രാഞ്ചിന്റെ കീഴിലുള്ള വായ്പ എഴുതി തള്ളിയ സമയത്താണ്, അല്ലെങ്കിൽ ആ സന്ദർഭത്തിലാണ് ഇപ്പോ കൽപ്പറ്റ ബാങ്ക്, ഗ്രാമീൺ ബാങ്ക് ഇമാതിരി ഒരു തോന്നിവാസം ചെയ്തു. ഒരിക്കലും ഇങ്ങനെയുള്ളൊരു തെറ്റ് ബാങ്കിന്റെ ഭാഗത്തു നിന്നുണ്ടാകാൻ പാടില്ലായിരുന്നു. അവർക്ക് പറയാം അവരുടെ സിസ്റ്റം കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോഴും ഇതൊരു വലിയ തെറ്റാണ്. കാരണം ഒരു സമൂഹം, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിനിടയിലെ ഒരു വിഭാഗം ആളുകൾ ജീവിതത്തിൽ ഇനി മുന്നോട്ട് എന്ത് എന്ന് പറഞ്ഞ് പകച്ചു നിൽക്കുന്ന സമയത്ത് അവർക്ക് കിട്ടിയ കച്ചിത്തുരുമ്പില്ലാതാക്കാൻ ശ്രമിക്കുന്ന സമീപനം ബാങ്കിന്റെ ഭാഗത്തു നിന്നുണ്ടാവരുത് എന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. എന്തായാലും ബാങ്ക് അവരുടെ തെറ്റ് തിരുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ യുവജന സംഘടനകളോ, ഡിവൈഎഫ്ഐ ഉൾപ്പെടെയുള്ള യുവജന സംഘടനകളാണ് ആദ്യം സമരവുമായിട്ട് അവിടെ എത്തിയത്. ആ സംഘടനകളോട് വലിയ ഒരു നന്ദി കൂടി രേഖപ്പെടുത്തുകയാണ്. അവരുടെ ആ സംഘടനയുടെ സമരം ശക്തമായതിനെ തുടർന്ന്, യുവജന സംഘടനകളുടെ സമരം ശക്തമായതിനെ തുടർന്നാണ് ബാങ്ക് ഇത്തരത്തിലൊരു തീരുമാനം എടുക്കുകയും അവര് പിടിച്ച തുക തിരിച്ചു നൽകാം എന്ന് തീരുമാനിക്കുകയും ചെയ്തത്. ഈ ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയാണ് ഇപ്പോൾ വീഡിയോ ആയിട്ട് വന്നത്. നമുക്ക് മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം.